കെ.സി. വേണുഗോപാലിന്റെ നാട്ടിലും വി.ഡി. സതീശന് വേണ്ടി പ്രകടനം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തും. പഴയങ്ങാടിയിൽ വൈകിട്ടാണ് ഈ പ്രകടനം ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ കണ്ടോന്താറിലാണ് കെ.സി. വേണുഗോപാലിന്റെ ജന്മനാട്. അവിടെ നേരത്തെ തന്നെ സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വന്നിരുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ പഴയങ്ങാട് കേന്ദ്രീകരിച്ച് ഒരു പ്രകടനം നടത്താൻ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുകയാണോ? എന്തായാലും കണ്ണൂരിൽ രണ്ടിടങ്ങളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്താൻ പോകുന്നതായിട്ടൊരു പ്രചരണം നടക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലാണ്. ഇവിടെ വൈകിട്ട് 5 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മെഗാ പ്രകടനം നടത്തുമെന്നായിരുന്നു ഇന്ന് രാവിലെ പ്രചരിച്ച ഒരു പോസ്റ്ററിൽ പറഞ്ഞിരുന്നത്. പടം നയിച്ച നായകൻ നാടിനെ നയിക്കട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു ആ ഒരു പ്രചരണം നടത്തിയത്. മാത്രമല്ല, ഇവിടുത്തെ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തകരോട് ഈ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, ഇരിട്ടിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടെ പ്രവർത്തകരെ ഒന്നും ഇതുവരെയും കണ്ടില്ല. 5 മണിക്കാണ് സമയം പറഞ്ഞിരുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് ഓഫീസൊക്കെ ശൂന്യമായി തന്നെ കിടക്കുകയാണ്. ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് ഇതിന് തൊട്ടടുത്താണ്, ഇരിട്ടിയിലാണ്. എന്നാൽ സമാനമായിട്ട് തന്നെയാണ് ഈ പഴയങ്ങാടിയിൽ, അത് കെ.സി. വേണുഗോപാലിന്റെ നാടാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലാണ് കെ.സി. വേണുഗോപാലിന്റെ നാട് വരുന്നത്. അവിടെയും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ ഒരു ആഹ്വാനം വന്നിരിക്കുന്നത്. അവിടുത്തെ ഗ്രൂപ്പുകളിലും മറ്റും ഈ ഒരു ആഹ്വാനം പ്രചരിക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ അങ്ങോട്ടേക്കും എത്തിയിട്ടില്ല. ഇതുവരെയും പ്രകടനമൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ആഹ്വാനമാണ് നടക്കുന്നത്. എന്തായാലും ഇരിട്ടിയിലും സമാനമായിട്ടൊരു ആഹ്വാനം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ മാധ്യമങ്ങളടക്കം നമ്മളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ. എന്തായാലും ഇതുവരേക്കും പ്രവർത്തകരൊന്നും എത്തിയിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ളൊരു കുറിപ്പൊന്നുമല്ല, ഒരു പോസ്റ്റർ അല്ല പ്രചരിക്കുന്നത്. ഇതിന് ഒരു ഉടമസ്ഥരൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ആരൊക്കെ ഇതിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കും ആകാംക്ഷയുണ്ട്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.